أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. മുസ്ലിം സഹോദരങ്ങളെ സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും അപേക്ഷിക്കുന്നു. മനുഷ്യരായ നമുക്ക് ഇരുലോകത്തും സമാധാനം കിട്ടും. ആ ഇരുലോകത്തെയും സമാധാനമാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബാഹുവേ, എനിക്ക് ഫിദ്ദുനിയ ഹസന, ഈ ദുനിയാവിൽ നീ എനിക്ക് നന്മ വരുത്തണം. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നന്മ വേണം. അപ്പൊ ഇവിടെ മനുഷ്യന് സമാധാനം ഉണ്ടാകണം, ഇവിടെ മനുഷ്യന് ശാന്തി ഉണ്ടാകണം. അങ്ങനെ ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോഴേ മനുഷ്യന്റെ ജീവിതം നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ. മനുഷ്യർക്കിടയിൽ സമാധാനം വേണം, മനുഷ്യർക്കിടയിൽ സ്നേഹം വേണം. മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകണം. ഇത് ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു മനുഷ്യരെ ആദരിച്ചു എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. ആരാണ് ഈ പറയുന്നത്? മനുഷ്യരെ സൃഷ്ടിച്ചു, മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള, മനുഷ്യർക്ക് വായുവും വെള്ളവും ഒക്കെ നൽകി മനുഷ്യരെ കുറച്ചു കാലം ഈ ഭൂമിയിൽ സംരക്ഷിക്കുന്ന അള്ളാഹു പറയുകയാണ്, മനുഷ്യരെ നിങ്ങളെ നാം ആദരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കരയിലൂടെയും കടലിലൂടെയും ഒക്കെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നാം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലതിൽ നിന്ന് ഉപജീവനത്തിനുള്ള വസ്തുക്കളും നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. നിങ്ങളെ മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും നല്ല സൃഷ്ടിയായി നിങ്ങളെ ഈ ഭൂമിയിൽ നാം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യർക്ക് അല്ലാഹ് നൽകിയിട്ടുള്ള വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഈ ലോകത്ത് മനുഷ്യരായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകും. വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ, വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, വിവിധ വിഭാഗങ്ങളായ ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസവും അവരുടെ ആശയവും അവരുടെ സംസ്കാരങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. ഇസ്ലാമും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരെയും നിർബന്ധിപ്പിച്ചിട്ട് എല്ലാവരെയും മുസ്ലിമാക്കിയിട്ട് അങ്ങനെ ജീവിക്കാമെന്നൊന്നും ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധവുമില്ല, ഒരു ബലാത്കാരവുമില്ല, ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമില്ല.
ദുർമാർഗത്തിൽ നിന്ന് നേർമാർഗം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മാർഗം കാണിച്ചു കൊടുക്കുക. ആരെയും നിർബന്ധിച്ചുകൊണ്ട് നീ മതത്തിന്റെ ആളാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം എന്ന പ്രയോഗം തന്നെ തെറ്റാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞെടുത്ത് പറഞ്ഞു, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദ് കുല്ലുഹും ജമീഅ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും വിശ്വാസിയാക്കി മാറ്റാമായിരുന്നു. അങ്ങനെയുള്ളപ്പോ പിന്നെ അവരൊക്കെ വിശ്വാസികളാകണമെന്ന് നീ എന്തിനാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധിപ്പിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചു. പക്ഷെ സത്യം വളരെ വ്യക്തമാണ്. സത്യം അല്ലാഹുവിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. പറയണം പ്രവാചകരെ, നിങ്ങൾ സൃഷ്ടിച്ച നാഥനിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നിങ്ങള് മുസ്ലിമായി ജീവിക്കുക എന്നതും നിങ്ങൾക്ക് ഒരു മരണമുണ്ട് എന്ന് പറയുന്നതും പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുമെന്ന് പറയുന്നതും നിങ്ങളുടെ നന്മതിന്മകൾ നടന്നതും എന്നൊക്കെ പറയുന്ന സത്യമാണ്. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. ഇതാണ് മതം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിന്റെ ബോധ്യമാണ്. നിർബന്ധമായി അത് ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. നിർബന്ധമായിട്ട് ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയില്ല. മതം സഹിഷ്ണുതയാണ്, സ്നേഹമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അങ്ങനെയുള്ള ഒരു മതത്തെ പരിചയപ്പെടുത്താനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മതപ്രബോധനം എന്ന് പറയുന്നത്, മതവിശ്വാസം എന്ന് പറയുന്നത്, മതത്തിന്റെ ആദർശം എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ ഇസ്ലാമിന്റെ ഉത്ഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇവിടെ ഇസ്ലാമിന്റെ പ്രചാരണവും പ്രബോധനവും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വരികയും കച്ചവട ആവശ്യങ്ങൾക്കാണ് വന്നത് എങ്കിലും അവരുടെ ഇസ്ലാമിക സംസ്കാരങ്ങളും അവരുടെ മതബോധവും ഒക്കെ കണ്ടപ്പോ അവര് ഇവിടെയുള്ള പല ആളുകളും അതിൽ ആകൃഷ്ടരാകുകയും ഇവിടെ പള്ളിയും അതുപോലെയുള്ള മതസ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിച്ച് അങ്ങനെ ഇവിടെയുള്ള ജനവിഭാഗങ്ങളുമായി കൂടിക്കലർന്ന് ഇവിടെ ഒരുപാട് മതവിഭാഗങ്ങളും ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ആചാരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് സഹിഷ്ണുതയുടേതായിരുന്നു, അത് സ്നേഹത്തിൻ്റെതായിരുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഒരുപാട് മതവിശ്വാസികൾ ഇവിടെ ഇപ്പോ നമുക്ക് മത വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ സമുദായ സംഘടനകൾക്കിടയിൽ പലതരത്തിലുള്ള സംഘർഷഭരിതമായ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഓരോ കാലം കഴിയുന്നതിനനുസരിച്ച് വല്ലാത്ത ഒരു അർത്ഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ഏത് സാമുദായിക സംഘടനകളായിരുന്നാലും ശരി, ഏത് മതത്തിൽപ്പെട്ട സാമുദായിക സംഘടനകളായിരുന്നാലും ശരി, അവരൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ആ മതവിഭാഗത്തിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസപരമായ സാമൂഹികപരമായ അവരിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, അവരുണ്ടായിരുന്ന അനാചാരങ്ങൾ അതൊക്കെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു ആ അത്തരത്തിലുള്ള സാമുദായിക സംഘടനകളൊക്കെ നിലകൊണ്ടതെന്നും നിലവിൽ വന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത് മുസ്ലിം സമൂഹത്തിൽ വക്കം മൗലവി തുടക്കം കുറിച്ചിട്ടുള്ള നവോത്ഥാന സംരംഭങ്ങൾ, അത് ഈഴവ സമുദായത്തിലാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനങ്ങൾ, നമ്പൂതിരി സമുദായത്തിലാണെങ്കിൽ വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നവോത്ഥാനങ്ങൾ, നായർ സമുദായത്തിലാണെങ്കിൽ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ആളുകൾ, അതുപോലെ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവരവരുടെ മതത്തിലുണ്ടായിരുന്ന അവരവരുടെ സമുദായത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും ഓരോരുത്തരും നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ
ഏറ്റവും കൂടുതൽ ഈഴവ സമുദായവും മുസ്ലിം സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു അത്തരം പ്രവർത്തനങ്ങളിൽ മുന്നേറിയത് എന്ന് കേരളീയ സമൂഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വക്കം മൗലവി മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. മലയാളം പഠിക്കാൻ പാടില്ല എന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നും അങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പൗരോഹിത്യം മുസ്ലിം സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് വക്കം മൗലവി മുസ്ലിം സമുദായത്തെ പരിഷ്കരിക്കാനുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈഴവ സമുദായം. നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അക്കാലഘട്ടങ്ങളിൽ ഈഴവ സമുദായവും മുസ്ലിം സമുദായവും വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമായിരുന്നു. അതുപോലെ രണ്ട് സമുദായത്തിലും ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നു. ഇത് രണ്ടിനെയും തൂത്തെറിയാൻ ഒരു ഭാഗത്ത് വക്കം മൗലവി പ്രവർത്തിച്ചപ്പോൾ മറുഭാഗത്ത് ഈഴവ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് വക്കം മൗലവിയുടെ മുസ്ലിം സമാജത്തിന്റെ യോഗത്തിൽ ഈഴവ വിഭാഗത്തിലുള്ള ആളുകൾ പങ്കെടുക്കുമായിരുന്നു. അത്ര യോജിച്ച് സൗഹൃദത്തിൽ സഹിഷ്ണുതയിൽ കഴിഞ്ഞ ഒരു സമുദായമായിരുന്നു മുസ്ലിം സമൂഹവും ഈഴവ സമുദായവും. ഇത് നായർ സമുദായം എടുത്ത് പരിശോധിച്ചാലും നമ്പൂതിരി സമുദായം എടുത്ത് പരിശോധിച്ചാലും മറ്റുള്ള സമുദായ സംഘടനകളൊക്കെ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സൗഹൃദത്തിൻ്റെതായിരുന്നു, അത് സമാധാനത്തിൻ്റെതായിരുന്നു, അത് നവോത്ഥാനത്തിൻ്റെതായിരുന്നു, അത് പരിഷ്കരണത്തിൻ്റെതായിരുന്നു. അവിടെയൊന്നും വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ വർഗീയതയുടെയോ വൈരാഗ്യത്തിന്റെയോ സ്വരങ്ങളൊന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എസ് എൻ ട്രസ്റ്റിന് വേണ്ടി സംഭാവന ചെയ്ത ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമായിരുന്നു എസ് എൻ ട്രസ്റ്റിന് സംഭാവന നൽകിയിരുന്നത്. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ സ്വദേശാഭിമാനി പത്രത്തിന് ഈഴവ സമുദായത്തിലുള്ള നേതാക്കന്മാർ സംഭാവന നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പരസ്പരം സഹകരിച്ച് പരസ്പരം തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇരു സമുദായത്തിലെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരേപോലെ പരിശ്രമിച്ച ഒരു ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളത്. ശ്രീനാരായണ ഗുരു പലപ്പോഴും തൃശ്ശൂരിലെത്തുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഐക്യവിലാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായത്തെ കുറിച്ച് മുഹമ്മദ് നബിയെ കുറിച്ച് കവിതകളിൽ അനുകമ്പാദശകം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ കവിതയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശിച്ചതും കാണാൻ സാധിക്കുന്നുണ്ട്. പുരുഷാകൃതി കൊണ്ട ദൈവമോ നര ദിവ്യാകൃതി കൊണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കാരുണവാൻ മുത്ത് നബിമുത്ത് രത്നമോ. ഇത് മുഹമ്മദ് നബിയെ കുറിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാദശകം എന്ന കവിതാ സമാഹാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യമാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യരെ മനുഷ്യരായി കാണാൻ സാധിക്കണം. അവിടെ സഹിഷ്ണുതയും സ്നേഹവും കാണാൻ സാധിക്കണം. ഇസ്ലാമിന് പറയാനുള്ളതും അത് തന്നെയാണ്. ഓരോ കാലം കഴിയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ചില പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തും. രണ്ട് സമുദായങ്ങളെയും അകറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. സാമുദായിക സംഘടനകൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള സംസാരങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്, എവിടെയും സഹകരണവും എവിടെയും സ്നേഹവും എവിടെയും സാഹോദര്യവും നിലനിൽക്കുകയും നിലനിർത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാകണം മുസ്ലിങ്ങൾ. ഒരു തീപ്പരി ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ബോംബാക്കി മാറ്റുന്ന സംസാരങ്ങളും പ്രശ്നങ്ങളും അല്ല മുസ്ലിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് എപ്പോഴും സ്നേഹവും സഹിഷ്ണുതയും സമൂഹം. അതാണ് ചരിത്രം.
അങ്ങനെയാണ് ഇവിടെ സാമുദായിക സംഘടനകൾ ഉണ്ടായിരുന്നത്, അങ്ങനെയാണ് ഈഴവ സംഘടനകൾ ഉണ്ടായത്, അങ്ങനെയാണ് മുസ്ലിം നവോത്ഥാന സംഘടനകൾ ഉണ്ടായത്, അങ്ങനെയാണ് നായർ സമുദായ സംഘടന ഉണ്ടായത്. അങ്ങനെ എല്ലാം അങ്ങനെ അതിനൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, ഓരോ സമുദായത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി, അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടായത്, അല്ലാതെ സംഘടനകൾക്ക് വേണ്ടിയല്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്ക് ആരോടും വെറുപ്പ് വെച്ചുകൊണ്ടോ ആരെങ്കിലും എന്തിന്റെയെങ്കിലും പേരിലും അകറ്റി നിർത്താനോ സാധിക്കുന്ന ഒരു വിശ്വാസമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒരുപാട് ആളുകൾ ജീവിക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഈ ലോകത്ത് എല്ലാവരും മുസ്ലിങ്ങളായി ഇരിക്കണമെന്നും എല്ലാവരെയും ഇസ്ലാമാക്കണമെന്നും എല്ലാവരും മുസ്ലിങ്ങളായി മാറ്റിയാൽ മാത്രമേ എന്റെ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ എന്ന വിശ്വാസം ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ്, ഇഷ്ടമുള്ളവർക്ക് അത് വിശ്വസിക്കാം. കാരണം അല്ലാഹു സൃഷ്ടിച്ചത് പലതരത്തിലുള്ള മനുഷ്യരെയാണ്, പലതരത്തിലുള്ള ജനവിഭാഗങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബൂ മൂസ അശ്അരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ലത്തിൻ ഖബ്ലുഹാ മിൻ ജമീഇൽ അർദ്. അല്ലാഹ് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ പറയും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ലത്തിൻ ഖബ്ലഹാ മിൻ ജമീഇൽ അർദ്. ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മണ്ണ് ശേഖരിച്ചിട്ട് അതിൽ നിന്നൊരു പിടി എടുത്തിട്ടാണ് അല്ലാഹ് മനുഷ്യരെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ വ്യത്യസ്തരാണ്, വ്യത്യസ്ത നിറമാണ്, വ്യത്യസ്ത സ്വഭാവമാണ്, വ്യത്യസ്ത ആശയമാണ്, വ്യത്യസ്ത രൂപമാണ്, വ്യത്യസ്ത ഭാഷയാണ്, വ്യത്യസ്ത ചിന്താഗതികളാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വൈവിധ്യമായ ഈ ഭൂമിയിൽ നിന്ന് വൈവിധ്യമായ മനുഷ്യരാണ് വരുന്നത്. അതിൽ അഹ്മർ ഉണ്ടാകും, ചുവന്നവനുണ്ടാകും, വല്ല അബിയദ് വെളുത്തവനുണ്ടാകും, വല്ല അസ്വദ് കറുത്തവനുണ്ടാകും, അതിനിടയിലുള്ള ആളുകൾ ഉണ്ടാകും. മനുഷ്യരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യർക്ക് മുമ്പിൽ വെക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. മനുഷ്യരെ മുഴുവനും ആദരിക്കും. അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, ഏത് നിറമായിക്കോട്ടെ, അല്ലാഹ് ആദരിച്ച മനുഷ്യരെ ആദരിക്കുക. മനസ്സിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്താനോ ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ വെച്ച് പുലർത്താനും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം സ്നേഹമാണ്, സമാധാനമാണ്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഖലീഫമാർ, അള്ളാന്റെ റസൂലിന്റെ ശിഷ്യന്മാരായിരുന്ന ഖലീഫമാർ, ആ ഖലീഫമാർ പോലും അവരുടെ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന അന്യമതത്തിൽപ്പെട്ട വിശ്വാസികളായ അന്യമതം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് സംരക്ഷണവും അവർക്ക് ക്ഷേമവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം നൽകാൻ ശ്രമിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിരാവിലെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സമയത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ അതിരാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ആ വൃദ്ധനായ ജൂതനായ മനുഷ്യൻ, ആ ജൂതനായ മനുഷ്യൻ ആരുടെ ഭരണത്തിന് കീഴിലാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിലുള്ള ആ ജൂതനായ മനുഷ്യൻ, ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിലാണ്. എനിക്ക് നികുതി അടയ്ക്കാനുള്ള സമയം നാളെയാണ്, എന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് പണവും അന്വേഷിച്ചു പോവുകയാണ് ഞാൻ. ഇത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സലിഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം പ്രഖ്യാപിച്ചു, വൃദ്ധന്മാരായ ആളുകൾക്ക് പൊതു ഖജനാവിൽ നിന്ന്, ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് പെൻഷൻ അനുവദിച്ചിരിക്കുന്നു എന്ന്. ആർക്കാണ് കൊടുക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിൽ കഴിയുന്ന ജൂതനായ ഒരു മനുഷ്യൻ. അപ്പൊ മനുഷ്യരെ ആദരിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യരെന്ന നിലക്ക് അവരോട് ആദരവ് കാണിക്കുക.
ഇത് ഇസ്ലാം പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ ഭാഗമാണ്. ആ രൂപത്തിൽ സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരു സ്വഭാവമാണ് മുസ്ലിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുക. ആ രൂപത്തിലുള്ള സ്നേഹവും കരുണയും നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുക. എങ്കിൽ സംഘർഷങ്ങളില്ലാത്ത സമാധാനപരമായ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പഠിച്ചോനെ, ഈ ലോകത്ത് എനിക്ക് നന്മ ഉണ്ടാകണം. ആ നന്മ ഉണ്ടാകണമെങ്കിൽ എല്ലാവരോടും ഒരുപോലെ സ്നേഹവും സൗഹൃദമൊക്കെയായി ജീവിക്കുന്ന സമാധാനം ഉണ്ടാവും. അതാണ് നന്മ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.